ഒരു സിനിമാ വിശേഷം എങ്ങനെയുണ്ട്? കാരണം നമ്മളിങ്ങനെ ഓരോ ദിവസവും വരുമ്പോഴും പുതിയ പുതിയ സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കരുതലോടെ ഓരോ സിനിമകൾ വരുന്നു, കരുതലോടെ നമ്മൾ കാണുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നത് കരുതൽ എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കരുതൽ സിനിമ എന്താന്നുള്ളത് ഞാനല്ല പറയുന്നത്, അവരുടെ ടീം തന്നെ വന്ന് പറയട്ടെ. Now let's welcome team കരുതൽ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് സന്തോഷമുണ്ട്, പരിചയമുള്ള മുഖങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കരുതലോടെ സിനിമയെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ്, യെസ് ഡയറക്ടർ പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് ജോമി ജോസ്. അപ്പം എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു നഴ്സാണ്. അതോടൊപ്പം തന്നെ പാഷനായിട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അവാർഡ്സ് ഫെസ്റ്റിവൽസിലൊക്കെ കിട്ടി. അങ്ങനെയാണ് ഈ സിനിമ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ സിനിമയിൽ ഞങ്ങൾ നായികയായിട്ട് ആദ്യം പരിഗണിച്ചിരുന്ന ഒരാൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ വേദിയിലുണ്ട്. ഞങ്ങൾ ആദ്യം പരിഗണിച്ചിരുന്നത് ഡയാനയായിരുന്നു. ഡയാനയോട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം അന്ന് ഡയാനയുടെ മാരേജും ഒക്കെയുള്ള ആ സമയമായിരുന്നു. അതുകൊണ്ട് ഡയാനയുടെ ഡേറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ആദ്യം അങ്ങനെ ഓർത്ത ജാടയാണെന്ന്, പിന്നെയാണ് മാരേജ് ആണെന്ന് ഒഫീഷ്യലി അറിഞ്ഞത്. തീർച്ചയായിട്ടും അടുത്ത പരിഗണിക്കാം. പറഞ്ഞോളൂ. നമസ്കാരം, വളരെ സന്തോഷം. എന്റെ ക്യാരക്ടർ ഇതാണ്, നായികയുടെ അച്ഛനാണ്. വളരെ ചികനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഹീറോയിനെ ഒന്ന് പരിചയപ്പെടാം. അതെ, ഞാൻ ഐശ്വര്യ നന്ദൻ. ഞാൻ ഓൾറെഡി 2 മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടതാണ് ഈ മൂവി ആസ് എ ഹീറോയിൻ. ഫസ്റ്റ് മൂവിയാണ് എൻ്റെ. സോ ഐ വോണ്ട് എവ്രി വൺ സപ്പോർട്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ലൈക്ക് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ സ്റ്റാർട്ടാണ്. So I just want everyone to support us and audience to watch our movie. എന്തായാലും ഐശ്വര്യക്ക് ഇനിയും ഒരുപാട് സിനിമകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊന്നത് ഇങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. മമ്മൂക്കേന്റെ AI ആയിട്ട് വന്നപ്പോഴും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ ടിങ്കിൾ ചേട്ടനോട് നിൽപ്പുണ്ട്. ഹായ് ചേട്ടാ. അതെ, രേഖാചിത്രത്തിൽ നമ്മളെ ഞെട്ടിച്ചാണ്. അല്ലേ, ഞാൻ എൻ്റെ സിനിമ തുടങ്ങുന്നത്, അതായത് സിനിമയിലേക്ക് വരുന്നത് രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. മമ്മൂക്കയുടെ ഒരു AI രീതിയിലാണ് വന്നത് ഫേസിൽ. ഇത് മാത്രം, ബാക്കി നടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തത്. അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡൂപ്പായിട്ട് ചെയ്യുകയായിരുന്നു. ആ ഡൂപ്പിൻ്റെ വേഷത്തിലൂടെയാണ് എനിക്കിതൊരു കിട്ടിയത്. അത് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് വൈറലായി. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷം എനിക്കൊരു സിനിമ എൻ്റെ ഒരു മുഖത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നത് കരുതൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യും, അത് എന്ത് ചെയ്യും എന്ന് പോലും അറിയാണ്ട് ഡയറക്ടർ സാറാണ് എന്നെ വിളിച്ചത്. ആ സിനിമയ്ക്കകത്ത് ഒരു ചാൻസ് തന്നത്. ഞാനിതിനകത്തൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇവിടെ ഇങ്ങനെ കരുതലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ജോമി സാറിനോട് നന്ദി പറയുന്നു. ഏതാണെങ്കിലും കരുതലിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ജോമി സാർ എന്നെയും കൂടി വിളിച്ചു. ഒരു പാട്ട്, അതും ഒരു മുഴുനീളപ്പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്, ഒരു സോളോ. ഒരുപാട് സന്തോഷമുണ്ട് കരുതലിൻ്റെ ഭാഗം ആവാനായിട്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് നമ്മുടെ സിനിമ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വമ്പൻ ഹിറ്റായിട്ട് നമ്മുടെ പടം മാറുന്നത് നിങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ നമുക്ക് ചേച്ചിയുടെ പാട്ട് എന്തായാലും കേട്ടിരിക്കണം. ഈ നാട്ടുകാർ എന്നെ അടിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രസീദ് ചേച്ചി, എൻ്റെ അളിയ പൊന്നളിയ എന്നൊരു ജിങ്ക പാട്ടാണ്. സ്റ്റെപ്പ് ഇട്ടൊക്കെ കൂടണം കേട്ടോ. ആയിക്കോട്ടെ, പാട്ട് പോവാ. തിന്തക താരോ തിന്തക ദയ്യക തിന്തക താരോ ഒന്ന് കൈയടിച്ചേ. തിന്തക താരോ തിന്തക ദയ്യക തിന്തക താരോ. വരും കുഞ്ഞളിയ എന്തളിയ പൊന്നളിയ എന്ന് വരും കുഞ്ഞളിയ. നാളെയല്ലേ വെളുക്കാവിൽ വേലപ്പുരം
വിശേഷങ്ങൾ അറിയാനുണ്ടാക്കില്ലേ? ഒരുപാടുണ്ട്. അതെ, എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കാന്താരാ. യെസ്, പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടാണ് അല്ലെ? പോരാത്തിന് എനിക്ക് നമ്മുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിന്റെ എവിയുടെ ഫുൾ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുരാജ് തന്നെയാണ് അല്ലേ? അതെ അതെ അതെ, ഞാൻ തന്നെ. അല്ല, അപ്പൊ ഇനി എനിക്ക് കാന്താര കേൾക്കണം. കാര്യം നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റായ കാന്താരയിൽ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തേക്കുന്നത് നമ്മുടെ സുരാജ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒക്ടോബർ 2 എന്ന് പറയുന്ന ദിവസത്തിൽ ഋഷഭ് ഷെട്ടി 5 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സിനിമ ഇറക്കിയപ്പോൾ രക്ഷപ്പെട്ടത് ഞാനും കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം ചൊരിഞ്ഞൊരു വർഷമാണ് 2025. ഏകദേശം ഒരുപാട് ശബ്ദത്തിൽ നിന്നും ഋഷഭ് സാർ തന്നെ സെലക്ട് ചെയ്ത ശബ്ദമാണ്. അപ്പോൾ അതിൽ വലിയൊരു പ്രിവിലേജ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എവിടെ ഇരിക്കുന്ന അദ്ദേഹം താങ്ക് യു സോ മച്ച് സാർ. ഇത് കാണുമോ എനിക്കറിയില്ല. എനിവേ ഓക്കെ. അപ്പോൾ ഡയലോഗ് പറയാം. ബർമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സീനിലെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഡയലോഗ്. അതിനുശേഷം ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ. പിന്നെ ഒരു ഹൈ പിച്ച് ഡയലോഗ് ഉണ്ട്: ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. പിന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിലൊരു ഡയലോഗ്: ഞങ്ങളുടെ ആളുകളെ തുറങ്കിലടിച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പോയത്. നമുക്ക് ഇത്ര ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടല്ലോ വി ഫീൽ സോ പ്രൗഡ് അബൌട്ട് യു. താങ്ക് യു ഒരുപാട് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ വിചാരിക്കട്ടെ അടുത്ത സിനിമകളിലൊക്കെ. അല്ല, ഇനിയിപ്പോ നമ്മള് അല്ലു അർജുന് നമ്മള് ശബ്ദമായതുപോലെ ഇനി ഋഷഭ് ഷെട്ടിയുടെ ശബ്ദം ആരാ? ഒന്നുകൂടിയൊക്കെ പറ. ഇനി നമുക്ക് ഒരു റാപ്പിനെ പറ്റി പറഞ്ഞാലോ? റാപ്പ് സോങ് ഒക്കെ റാപ്പ് പാടാൻ പോകുന്നത് സ്മിസ് ആണ്. എന്റെ ശരിക്കുള്ള പേര് സ്മിനേഷ് എന്നാണ്. ഇപ്പൊ സ്മിസ് കിസ് കൊടുക്കുമ്പോ കിസ്മിസ്. യെസ്, അപ്പൊ എന്തായാലും പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പേരാണ്. ഈ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കലാരൂപം എന്താണെന്നുള്ളതും കൂടെ എനിക്കറിയണം. ബീറ്റ് ബോക്സിംഗ് ചെയ്യും? അതെ, ബീറ്റ് ബോക്സിംഗ് ചെയ്യും. ഒരു കമ്പനി വേണോ അത് ചെയ്യാൻ? പിന്നെ ഒരു കമ്പനി ആണെങ്കിൽ എനിക്ക് ഒന്ന് പറയാൻ പറ്റുന്നത് ബിന്ദുജേനെ നമുക്ക് കമ്പനി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നാദസ്വരമാണ് ചെയ്യുന്നത്. ഓ നൈസ്. അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കണം, കേട്ടു നോക്കണം. കാണുകയല്ല, കേട്ടു നോക്കാം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അയ്യോ, എന്ത് ക്ലിയറോ. നാല് കല്യാണത്തിന് ഇതേ രീതിയിൽ അതെ, 4 കല്യാണം ഞാൻ എന്റെ നാസി കൊണ്ട് തന്നെ നാസറും ചെയ്തിട്ടുണ്ട്. നാദസ്വരം ബിന്ദുജ എന്നൊരു പേരുണ്ട്. ബിന്ദുജാന്റെ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി, പിച്ച് വേറെ ലെവൽ. നമ്മൾ പറയില്ലേ, ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. യൂഷ്വലി ഇങ്ങനെ ബീറ്റ് ബോക്സ് ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ശ്വാസം എടുക്കണമെങ്കിലും ആ ഒരു സൗണ്ട് വരും. ദിസ് വാസ് സോ നീറ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ഗുഡ്.
7 വർഷം ഞാൻ സ്റ്റേറ്റ് നാഷണൽ വിന്നറായിരുന്നു മിമിക്രി. ഗായികമാരുടെ ശബ്ദം അനുകരിച്ചാണ് ഇങ്ങനെ ചീപ്പൊക്കെ വെച്ചിട്ട് കുറെ പരിപാടിയുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടെ. ഗിന്നസ് വേൾഡ് റെക്കോർഡറും കൂടെയാണ് മിമിക്രി. I rest my case. വലിയൊരു ഡ്രീമായിരുന്നു ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കരുതലിൽ ഒരു പാട്ട് നമ്മുടെ പ്രദീപേട്ടൻ പള്ളുരുത്തി ചേട്ടനാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ജോമി ബ്രോയുടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇതിലൊരു മനോഹരമായ ഒരു ഗാനം എനിക്ക് പാടാൻ സാധിച്ചു. അപ്പോൾ ഞാൻ സർപ്രൈസഡായിട്ടുണ്ട്. ഞാൻ റെക്കോർഡിങ്ങിന് വന്ന സമയത്ത് ആണ് പറയുന്നത് ഇതിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഇവിടെ ഫ്ലോറിൽ പെർഫോം ചെയ്ത നമ്മുടെ അച്ഛനമ്മമാരെ അറിയാമല്ലോ, കരുണാലയം എന്ന ഓൾഡ് ഏജ് ഹോമിൽ. അപ്പോൾ അവിടുത്തെ മീഡിയ കോർഡിനേറ്ററായിട്ടും കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ബ്രദർ വിനീഷും. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാഗം തന്നെ ഈ സിനിമയായിട്ട് കണക്റ്റ് ഉണ്ട്. ഓൾഡ് ഏജ് ഹോമിൻ്റെ കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ. എന്തായാലും പെർഫോമൻസും കിട്ടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിരുന്നു. കരുതൽ സിനിമ ഇതുപോലെ തന്നെ ഗംഭീരമാവട്ടെ. റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ എല്ലാവരും പോയി കാണുക. എല്ലാവരും കരുതലോടെ തന്നെ പോയി കണ്ടോളൂ. ഗംഭീരമായിരിക്കും. ബേസ്ഡ് ഓൺ എ ട്രൂ ഈവന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഈവന്റ് എന്താന്നുള്ളതും നമുക്ക് കാണാം അല്ലേ.